ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3ഉം 4ഉം 5ഉം എപ്പിസോഡുകളാണ് കേട്ടോ ഇപ്പം നമ്മൾ റിവ്യൂ പറയുന്നത്. അപ്പോൾ ദേവരാജൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മയക്കുമരുന്ന് കച്ചവടക്കാരനെയാണ് കേട്ടോ കാണിക്കുന്നത്. അയാളുമായിട്ടാണ് വേദ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ അയാൾക്ക് വലിയൊരു സങ്കേതമൊക്കെ ഉണ്ട്. അവിടെ ഒരു പയ്യനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ആ പയ്യനെ നിർബന്ധിച്ച് മയക്കുമരുന്ന് കൊടുക്കുകയാണ്. കാരണം അവൻ മറ്റുള്ള പിള്ളേർക്ക് ഇവർ മയക്കുമരുന്ന് കൊടുക്കുന്ന കാര്യം പ്രിൻസിപ്പാളിനോട് പറഞ്ഞതുകൊണ്ട് അവനോട് പ്രതികാരം ചെയ്യാനായിട്ട് ആ കൊച്ചിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവർ നിർബന്ധിച്ചിട്ട് ഇത് ഒരു മയക്കുമരുന്ന് ഇങ്ങനെ കുത്തിവെക്കാൻ ശ്രമിക്കാനുണ്ട്. ഈ ഒരു സമയത്താണ് സബ് കളക്ടറായിട്ടുള്ള വേദ അവിടേക്ക് വരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ദേവരാജനുമായിട്ട് വാക്കുവാദമൊക്കെ ഉണ്ടാവുകയാണ് കേട്ടോ. ആ സമയത്ത് നിങ്ങൾ വരുന്നതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇപ്പം കോള് വരുന്നു പറഞ്ഞ ഉടനെ തന്നെ മേലുദ്യോഗസ്ഥന്മാർ വേദന വിളിച്ചിട്ട് അയാളെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറയാണ് കേട്ടോ. ആ സമയത്ത് ഏതാ പറഞ്ഞിട്ട് നിങ്ങൾ വിളിക്കുന്നതടക്കം എല്ലാ കാര്യങ്ങളും റെക്കോർഡിംഗ് ആണ്, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർ തന്നെ പെട്ടെന്ന് കോള് കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ വേദ അകത്തേക്ക് കയറി ചെന്ന് ആ പയ്യനെ രക്ഷപ്പെടുത്താണ്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മയക്കുമരുന്നുകളൊക്കെ തന്നെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ വേദയുടെ കയ്യിൽ അയാൾ ദേവരാജൻ കയറി പിടിക്കുമ്പോൾ ഒറ്റ അടി വെച്ച് കൊടുക്കാൻ കേട്ടോ മുഖത്തേക്ക്. അതിന് ശേഷം പിന്നീട് വേദ പറയുന്നുണ്ട്, ഈ സാധനങ്ങളൊക്കെ എടുത്തോ, ഇയാൾ അറസ്റ്റ് ചെയ്തോ, പിന്നെ ഇനി തടയാണെന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്തോളാൻ തന്നെ വേദ അവർക്ക് ഓർഡർ കൊടുത്തിട്ട് പോവുകയാണ്. അങ്ങനെ ദേവരാജനാണെന്നുണ്ടെങ്കിൽ വേദനയോട് തീരാത്തൊരു പക ഉണ്ടാവാണ് കേട്ടോ. അപ്പോൾ ദേവരാജനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാണ്. ഇങ്ങനെ വീട്ടിലേക്ക് വേദ വരുന്ന സമയത്ത് തരുണും അമ്മയും കൂടിയിട്ട് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. വേദ പോയത് തരുണ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അമ്മ വേദ വരുമ്പോൾ തന്നെ എന്താ മോളെ ഇതൊക്കെയെന്ന് ചോദിക്കുക, എന്താ അമ്മ എന്താ കാര്യം ചോദിക്കാൻ കേട്ടോ. അന്നേരം തരുൺ പറഞ്ഞിട്ട് എന്തിനാണ് താൻ അവിടേക്ക് പോയത് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അമ്മ പറയണ ഇതൊക്കെ വേണോ മോളെ, ഇത്ര റിസ്ക് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണോ അമ്മ, ഇതെൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്തതെന്ന് പറയും കേട്ടോ. അപ്പോൾ തരുൺ പറയാണ്, ശരിയാണ് കളക്ടർക്കും കൂടിയിട്ട് അവരെ കൂടെ പോകാനുള്ള ഇതുണ്ട്, പക്ഷേ ഇതിൻ്റെ ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് അറിയോ, ഇപ്പോൾ ദേവരാജനെ അറസ്റ്റ് ചെയ്തിട്ട് എന്ത് കാര്യം ഉണ്ടായി, അയാൾ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തിരിച്ചു പോയി, അതറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും കേട്ടോ. വേദമൊന്നും മിണ്ടില്ല. ഇനിയിപ്പോൾ പിടിച്ചെടുത്ത ഡ്രഗ്സൊക്കെ അത് ഉടനെ തന്നെ അത് തിരിച്ച് അയാളുടെ കൈകളിലേക്ക് എത്തും, ആ കാര്യം ഉറപ്പാണ്. പിന്നെ ഇതിനെ ഇറങ്ങി പുറപ്പെട്ടിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വേദ പറഞ്ഞ് അയാൾ മുഖേന സമൂഹത്തിനുണ്ടാവുന്ന ദോഷങ്ങളെക്കുറിച്ച് മാത്രം ഞാൻ ആ നേരത്തെ ചിന്തിച്ചിട്ടുള്ളൂ, വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല, നിയമത്തിൻ്റെ വഴി മാത്രം ഞാൻ സ്വീകരിക്കുള്ളൂ, അത് ആ വഴിക്ക് തന്നെ പോയിക്കോളും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇവർ തമ്മിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കേട്ടോ. അപ്പോൾ വേദയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്നുള്ളൊരു പേടിയാണ് തരുണിനും അമ്മയ്ക്കും. അതവർ വേദനോട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ തരുൺ പറയുന്നുണ്ട്, എനിക്കറിയാം ഡ്യൂട്ടിയെക്കുറിച്ചും സെക്ഷനെ കുറിച്ചൊക്കെ എനിക്കറിയാം, പക്ഷേ എന്നാലും അത് കുറേ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് പറയുന്നതാണെന്നൊക്കെ പറയട്ടെ. അപ്പോഴേക്കും ആ കുട്ടി വരികയാണ് കേട്ടോ, കൊച്ച്. മതി, ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ, നിങ്ങളുടെ കാര്യമായിട്ട് സംസാരിച്ചിട്ട് എൻ്റെ റിസ്കിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? റിസ്ക്കോ? എൻ്റെ മോൾക്ക് എന്താ റിസ്ക്? എനിക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ചാർട്ടും കഥയൊക്കെ തയ്യാറാക്കിയോ എന്ന് ചോദിക്കും കേട്ടോ. അന്നേരം വേദ പറഞ്ഞു, അതൊക്കെ എപ്പോഴേ തയ്യാറാക്കി, എന്നിട്ട് എവിടെ, അതൊക്കെ മുറിയിൽ വെച്ചിട്ടുണ്ട്, അമ്മ കുളിച്ച് വന്നിട്ടേ അതൊക്കെ അവൾക്ക് കാണിച്ചു തരാമെന്നൊക്കെ പറയാൻ കേട്ടോ. ആണോ, ഗുഡ് ഗേൾ എന്നൊക്കെ പറയും കേട്ടോ കൊച്ച്. അങ്ങനെ വേദ മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ കൊച്ചാണെന്നുണ്ടെങ്കിൽ തരുണിൻ്റെ മടിയിൽ കയറി നിന്നിട്ട്, അച്ഛൻ എൻ്റെ സ്കൂളിലേക്ക് ഒന്ന് വരണം, എൻ്റെ ക്ലാസ്സിൽ ഒരു നീന ഫിലിപ്പ് ഉണ്ട്, അവൾക്ക് ഭയങ്കര കുറുമ്പാണ്. അതെ, എന്നാൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരാ, നല്ല ഇടി വെച്ച് കൊടുക്കണം എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും അമ്മ വന്നിട്ട് പറയണം, ആഹാ അച്ഛൻ്റെ കൊച്ച് തന്നെ, അച്ഛൻ്റെ മോളെ പോലെ തന്നെ, അച്ഛൻ്റെ മോള് തന്നെയെന്നൊക്കെ പറയും കേട്ടോ. അത് വേദമുറിയിൽ നിന്ന് കേൾക്കാണ് കേട്ടോ. തെമ്മാടി കുട്ടി എന്നൊക്കെ പറയാണ് കേട്ടോ അവർ ഇഷ്ടത്തോടു കൂടിയിട്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ പോലെ മോളെന്ന് പറയുമ്പോൾ വേദയ്ക്ക് വിക്രമിന് ഓർമ്മ വരികയാണ്. വിക്രം അങ്ങനെ ഇടിക്കുന്നതും അന്ന് വേദനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഗുണ്ടകൾ ഇടിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേദ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. സത്യം, അവർ പറഞ്ഞ സത്യം തന്നെയാണ്, അച്ഛൻ്റെ മോള് തന്നെ എന്ന് വേദയും മനസ്സിലിങ്ങനെ ആലോചിക്കാൻ കേട്ടോ. അപ്പോഴേക്കും കൊച്ചു ഓടി വരാൻ കേട്ടോ. വേദന നിൽക്കണമാണ്, എന്താ അമ്മ എന്ന് ചോദിക്കാൻ കേട്ടോ. ഒന്നുമില്ല, അമ്മ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ചാർട്ട് പേപ്പർ തയ്യാറാക്കാമെന്ന് പറയും കേട്ടോ. പിന്നെ കാണിക്കുന്നത് ദേവരാജനെയാണ് കേട്ടോ. ദേവരാജൻ ഇങ്ങനെ മറ്റേ പാർട്ടിക്കാരൊക്കെ വന്നു കണ്ടിട്ട് അയാൾ ആശ്വസിപ്പിക്കുന്നുണ്ട്, പ്രശ്നമൊന്നും ആക്കണ്ട, കളക്ടറായിട്ട് ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നുണ്ടെന്ന് പറയട്ടോ. അപ്പോൾ അവൾ ആരാണെന്ന് അന്വേഷിച്ചെന്ന് നോക്കിയപ്പോൾ എല്ലാ ഡീറ്റെയിൽസും അന്വേഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ വന്ന ആൾ രാഷ്ട്രീയക്കാരൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ ഒത്തുതീർപ്പിന് ശ്രമിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന് ദേവരാജൻ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മോൾക്ക് ചാർട്ട് പേപ്പറിൽ ഓരോരോ കാര്യങ്ങൾ ഒട്ടിച്ചു കൊടുത്തിട്ടൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് ഒരു ദിവസം അമ്പലത്തിൽ പോയപ്പോൾ
അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. അപ്പം മന്ത്രിയുടെ മകളുടെ കല്യാണമാണെന്ന് അറിഞ്ഞോട് കൂടിയിട്ട് രാജാവിന് ദേഷ്യം വന്നു. ആരും അറിയാതെ കഴിക്കുന്ന രഹസ്യ കല്യാണം ആയതുകൊണ്ട് തന്നെ രാജാവ് അതിലിടപെട്ടു. അപ്പം ഇത് കണ്ട് ദേഷ്യപ്പെട്ട് അവിടെ തൊഴാനായിട്ട് അയൽരാജ്യത്ത് നിന്നും ഒരു രാജകുമാരി വന്നിട്ടുണ്ടായിരുന്നു. ആ രാജകുമാരി രാജാവിനോട് എതിർത്ത് സംസാരിച്ചപ്പോൾ രാജാവിന് ദേഷ്യം വന്നു എന്ന് പറയാൻ കേട്ടോ. അതാരം കൊച്ചു ചോദിക്കുന്നുണ്ട്. അപ്പം രാജാവ് ആ രാജകുമാരി അടിച്ചോ? അടിച്ചല്ല ചെയ്തത്. ആ രാജകുമാരി കഴുത്തിൽ നിർബന്ധിച്ച് താലി കെട്ടി എന്ന് പറയട്ടോ. അയ്യോ! എന്നിട്ട് അതോടുകൂടിയിട്ട് രാജകുമാരിക്ക് അയാളോട് തീരാത്ത ദേഷ്യവും വെറുപ്പൊക്കെ ആയി. രാജകുമാരി സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് രാജാവിൻ്റെ രാജ്യത്തിലേക്ക് ചെന്നു പകരം വീട്ടാനായിട്ട്. പക്ഷേ പതിയെ ആ രാജകുമാരിക്ക് രാജാവിനോടുള്ള ദേഷ്യമൊക്കെ മാറി ഭയങ്കര ഇഷ്ടമായി. അവസാനം അവർക്കൊരു കുഞ്ഞും പിറന്നു. അപ്പോൾ എന്നിട്ട് നോക്കിട്ടോ, പക്ഷേ ആ രാജകുമാരിയുടെ സഹോദരൻ ഭയങ്കര ക്രൂരനായിരുന്നു. അയാൾ അവരെ രണ്ടുപേരെയും വേട്ടയാടിക്കൊണ്ടിരുന്നു. കുഞ്ഞ് ജനിക്കുന്ന സമയമായപ്പോഴേക്കും രാജാവിനെ അവർ തടങ്കലിലാക്കി എന്ന് പറയട്ടോ. അയ്യോ, കഷ്ടമായി പോയല്ലോ എന്ന് കൊച്ചു പറയട്ടോ. എന്നിട്ടിപ്പോൾ ആ രാജാവ് എവിടെയാണെന്ന് നോക്കിട്ടോ. രാജാവ് ഇപ്പോഴും തടവിലാണെന്ന് പറയട്ടോ. എന്നിട്ട് ആ രാജകുമാരിയുടെ രാജാവിൻ്റെ പേരെന്താണെന്ന് നോക്കിട്ടോ. അപ്പോൾ രാജാവിൻ്റെ പേര് വിക്രമാദിത്യൻ. രാജകുമാരിയോ വേതാളം എന്ന് വേദം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. മോളുടെ പേര് മോൾക്ക് ഇഷ്ടമുള്ളത് ഇട്ടോളാം പറയട്ടോ. അപ്പോഴേക്കും അമ്മ വരികയാണ് കേട്ടോ. അപ്പോൾ അമ്മനോട് കൊച്ചു ചോദിക്കുന്നുണ്ട്, എന്നിട്ട് രാജകുമാരിനെയും കുഞ്ഞിനെയും അവരിനി ഉപദ്രവിക്കുമെന്ന് ചോദിക്കുമ്പോൾ വേറൊരു കോട്ടയിലാണ് ആ രാജകുമാരിയും കുഞ്ഞും. ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേറൊരു രാജാവ് വന്നു എന്നൊക്കെ കൊച്ചിനോട് തരുണിൻ്റെ അമ്മയും പറഞ്ഞു കൊടുക്കും കേട്ടോ. എന്നിട്ട് തരുണിൻ്റെ അമ്മ കൊച്ചു പോയി കഴിയുമ്പോൾ വേദനയോട് ചോദിക്കുന്നുണ്ട്, മോളെ ഈ കഥയൊക്കെ എന്തിനാണ് മോളെ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുന്നത്? വേറെ ഏതെങ്കിലും കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞാൽ പോരേന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വേദ പറയും, അവൾ എന്നായാലും ഇതറിയേണ്ട കഥ തന്നെയല്ലേ അമ്മയെന്ന് ചോദിക്കുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ തരുണിൻ്റെ അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കൊച്ച് വീണ്ടും വന്നിങ്ങാണ്ട് ഈ കഥ ഞാൻ അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യും, എനിക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് കിട്ടാന്നൊക്കെ വേദനയോട് കൊച്ച് പറയുന്നുണ്ട്. ഈ സമയത്ത് രാധികയുടെ ഫോട്ടോ നോക്കി സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ തരുൺ. ആ സമയത്ത് അമ്മ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മോൾ അമ്മയില്ലാത്തൊരു കൊച്ചായി വളരണ്ടാന്ന് വിചാരിച്ചിട്ടില്ലേ മോനെ അമ്മ അന്ന് രാധികയുടെ കാര്യം പറയണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ തരുൺ പറയും, അതിപ്പോൾ വലിയ കുഴപ്പമായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്ത് കുഴപ്പം? വേദനയോട് കുട്ടിക്ക് വല്ലാത്തൊരു അടുപ്പം തോന്നുന്നുണ്ട്. വേദനയാണെന്നുണ്ടെങ്കിൽ സ്വന്തം മകളെ പോലെയാണ് ഗൗരിമോളെ കാണുന്നത്. അത് നല്ല കാര്യമല്ലേ? എന്ത് നല്ല കാര്യം? ഇതൊക്കെ ഇനി തിരുത്താൻ പറ്റുമോ അമ്മയെന്ന് നോക്കിയാണ് കേട്ടോ. അതങ്ങനെ തന്നെ നിന്നോട്ടെ മോനെ എന്ന് പറയട്ടോ. അതിനുശേഷം തരുൺ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണേ, സാരില്ല, ചില സത്യങ്ങൾ ചിലപ്പോൾ തിരുത്തേണ്ടതായിട്ട് വന്നില്ലെങ്കിലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും അമ്മയ്ക്ക് പെട്ടെന്നാകെ ടെൻഷൻ ആവട്ടെ. എന്താ നീ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, കാലങ്ങൾ കഴിയുമ്പോൾ തോറും എല്ലാം ശരിയായിക്കോളും എന്നിങ്ങനെ പറയാൻ കേട്ടോ. വേദനയോടൊരു താല്പര്യം, വേദനയായിട്ടൊരു ജീവിതം ജീവിക്കാന്നുള്ളൊരു ഒരു തോന്നലൊക്കെ തരുണിൻ്റെ മനസ്സിലും വന്നു തുടങ്ങുകയാണേ. പിന്നെ കാണിക്കുന്നത് കോടതിയിൽ വിക്രമിൻ്റെ കേസിൻ്റെ വിചാരണയാണ് കേട്ടോ. ആ സമയത്ത് ശങ്കരനാരായണൻ എന്നുണ്ടെങ്കിൽ തകർത്ത് കേസ് വാദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജഡ്ജി ചോദിക്കുന്നുണ്ട്, ഒരു തവണ വിചാരണ ഒക്കെ കഴിഞ്ഞ് തള്ളിയ കേസല്ലേ ശങ്കരനാരായണ, ഇപ്പോൾ വീണ്ടും അത് കുത്തിപ്പോക്കാനായിട്ട് എന്താ കാരണം ചോദിക്കുമ്പോൾ, അങ്ങനെ കുത്തിപ്പോക്കാനായിട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഉള്ള കാരണം എന്തെങ്കിലും ഉണ്ടെന്ന് ഹൈക്കോടതിക്ക് തോന്നിയിട്ടുണ്ടാവും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഒന്നും വേണ്ടാതെ ദർശനമൊക്കെ തലകുമ്പിട്ടിക്കാണ് കേട്ടോ. ശ്രീകാന്തും ഉണ്ട് അവിടെ. അങ്ങനെ വിചാരണ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പ്രതിഭാഗത്തിൻ്റെ ഒരാളെ വാദിച്ചിട്ട്, അതായത് ജോബിനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ദർശൻ അതിനെ അനുവദിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ജഡ്ജി പറയുന്നുണ്ട്, ഒരു തവണ കൂടി ചോദ്യം ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ജോബിനെ വിളിപ്പിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ജോബി അവിടേക്ക് വരുന്നുണ്ട്. ജോബിയാണെന്നുണ്ടെങ്കിൽ വേറൊരു കേസിൽ പെട്ടിട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോബിനെ കാണുമ്പോൾ തന്നെ ഒരാകെ അങ്കലാപ്പാവാണ് കേട്ടോ. അന്നേരം ശങ്കരനാരായണൻ പറയാണ്, ഈ ജോബി എന്ന ആളുടെ സാക്ഷിമൊഴിയിലാണ് വിക്രം തെറ്റുകാരനാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അന്ന് ഇവർ പറഞ്ഞിരുന്നത് ജോബി അനാഥർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരാളാണെന്നാണ്. പക്ഷേ ഈ അനാഥർക്ക് വീട് വെച്ച് കൊടുത്ത് 10 കോടി തട്ടിച്ചിട്ടാണ് ജോബിയുടെ അപ്പനും ഇപ്പോൾ ജയിലിലായിട്ടുള്ളത് എന്നറിയും കേട്ടോ. അപ്പോൾ തന്നെ ആലോചിക്കാലോ അവൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ ശങ്കരനാരായണൻ പറയുന്ന സമയത്ത് ദർശൻ പറയുകയാണെ,
അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഒരു കേസിൽ സാക്ഷിയായിട്ടുള്ള ആൾ മറ്റൊരു കേസിൽ പ്രതി ആകണം എന്നില്ലല്ലോ. ഒരു പ്രാവശ്യം തെറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അയാളെ കുറ്റപ്പെടുത്തണമെന്നില്ല. അപ്പോൾ ശങ്കരനാരായണൻ പറയാണ് ഓക്കെ ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പണ്ടെങ്ങും എന്തൊക്കെയോ തെറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് വിക്രം തന്നെയാണ് ഇനി ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും തെറ്റ് ചെയ്യുന്ന വിചാരിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കരനാരായണൻ വാദിക്കും കേട്ടോ. അപ്പോൾ ദർശന് ഉത്തരം മുട്ടിപ്പോകാൻ കേട്ടോ. അതിനുശേഷം ജോബിയെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുമ്പോൾ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ചോദിക്കാൻ കേട്ടോ. അന്നേരം ശങ്കരനാരായണൻ പറയുന്നുണ്ട് അന്ന് വിക്രമിനെ വേദനയും ഇവർ കാണാൻ വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കാണാൻ വന്നിരുന്നു. ഗുണ്ടകളുണ്ടായിരുന്ന കൂടെ ചോദിക്കുമ്പോൾ ഗുണ്ടകളൊന്നും ഉണ്ടായില്ല, കൂടെ ഒരു സഹായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനാണ് വിജനമായ സ്ഥലത്തേക്ക് എന്നെ ഇവർ കൂട്ടിക്കൊണ്ടുപോയതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്ന് പറയും കേട്ടോ. പറയും തോക്കെടുത്തത് എവിടെ നിന്നാണ് വിക്രം ചോദിക്കുമ്പോൾ തോക്കെടുത്തത് പോക്കറ്റിൽ നിന്നാണെന്ന് പറയും കേട്ടോ. ഉറപ്പാണോ എന്ന് ചോദിക്കും കേട്ടോ. അതെ ഉറപ്പാണ്. അതിനുശേഷം അനിയൻകുട്ടനെ വെടിവെക്കുകയും ചെയ്തു, പിന്നീട് മറ്റേ ചന്ദ്രശേഖരനെ വെടിവെക്കുകയും ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ ഇങ്ങനെ പരിഹസിച്ച് ചോദിക്കുകയാണ് കേട്ടോ, ഇതൊക്കെ ഉറപ്പ് തന്നെയാണല്ലോ അല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അത് കണ്ടിട്ട് പറയുന്നുണ്ട് എനിക്കത് കറക്റ്റായിട്ടൊന്നും ഓർമ്മയില്ല അവിടെ നടന്നത്. ഞാൻ ഒരു മാവിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുകയായിരുന്നു, ഒരു മരത്തിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുകയെന്ന് പറയും. അന്നേരം ശങ്കരനാരായണൻ പറയും ജോബി ഈ പറഞ്ഞത് മാത്രം കറക്റ്റാണ് യുവർ ഓണർ. ജോബി ഒരു മരത്തിൻ്റെ പിറകിൽ ഒളിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ ആ മരത്തിൻ്റെ മുകളിൽ വേറൊരു കണ്ണുണ്ടായിരുന്നു എന്നുള്ള കാര്യം ജോബിയും ശ്രീകാന്തും കൂട്ടരും അന്ന് അറിഞ്ഞിരുന്നില്ല. കാരണം കാട്ടിലുള്ളൊരു കണ്ണീർപ്പന്തൽ എന്ന് പറഞ്ഞുള്ളൊരു സ്ഥലത്ത് ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. ആ CCTV ക്യാമറ ഇവർ പിന്നീടാണത് കണ്ടുപിടിച്ചത്. ഇവരെന്താ വെച്ചാൽ കണ്ടുപിടിച്ചത് ജോബിയുടെ കയ്യിൽ കൊടുത്തു, ജോബിയുടെ കയ്യിൽ നശിപ്പിക്കാനാണ് കൊടുത്തത്. പക്ഷേ ജോബി പിന്നീട് എപ്പോഴെങ്കിലും ശ്രീകാന്തിനെതിരെ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചു. പിന്നീട് ജോബി കേസിൽപ്പെട്ട സമയത്ത് അന്വേഷണം നടത്തിയപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ ക്യാമറ കിട്ടിയത്. ആ ക്യാമറയിലാണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നടന്നത്. വിക്രമിനെയും വേദനയും കെട്ടിയിട്ട് ആക്രമിക്കുന്നതും അതുപോലെ തന്നെ നിർബന്ധിച്ച് വേദനയെ കൊണ്ട് മുദ്രപേപ്പറിൽ ഒപ്പിടിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ ചന്ദ്രശേഖരൻ അനിയൻകുട്ടനെ കൊല്ലുന്ന കാര്യങ്ങളും, പിന്നെ രണ്ടുപേർക്കും ശ്രീകാന്തിനും ചന്ദ്രശേഖരനും വിക്രമിനും ഇടയിൽ ഒരു തോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അറിയാതെ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണത്. എങ്ങനെയോ തോക്കിൽ നിന്ന് വീണ് ചന്ദ്രശേഖരൻ മരണപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ മനഃപൂർവ്വമായിട്ടുള്ളൊരു കൊലപാതകമല്ലത് എന്നുള്ള കാര്യമൊക്കെ ശങ്കരനാരായണൻ അവിടെ വാദിച്ച് ജയിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആകെ ശ്രീകാന്തിനൊക്കെ ആകെ ടെൻഷനാവും കേട്ടോ. ഇനിയിപ്പോൾ വിക്രമെങ്ങാനും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആവും കേട്ടോ. ആ കേസ് വളച്ചൊടിച്ചിട്ട് ഇവരിങ്ങനെ ഈ രീതിയിലാക്കി തീർത്തതാണ്. മാത്രമല്ല വിക്രമിനോടുള്ള ദേഷ്യവും പകയുമാണ് ജോബിനെ കൊണ്ട് ഇത് ഇങ്ങനൊരു സാക്ഷി പറയാൻ പ്രേരിപ്പിച്ചതെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ ശ്രീകാന്തും ദർശനും. എന്ത് പറയുന്നുണ്ട്, ജോബി പണ്ട് തോട്ടത്തിലൊരു തട്ടിപ്പ് നടത്തിയത് കണ്ടുപിടിച്ചത് വേദയാണ്. അപ്പോൾ ആ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ജോബി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറയും കേട്ടോ. അങ്ങനെ ആ കേസ് നിന്ന് വിക്രമിനെതിരെയുള്ള കേസ് പിൻവലിക്കണം എന്നൊക്കെ ശങ്കരനാരായണൻ വാദിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ ശേഷം വിക്രം പുറത്തേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ശങ്കരനാരായണൻ അങ്ങനെ ചെല്ലാണ് കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ വിക്രമിൻ്റെ അടുത്ത് ചെന്നിട്ട് സംസാരിക്കാൻ കേട്ടോ. ഇപ്പോൾ സമാധാനമായില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ വിക്രമിനോട്. അച്ഛൻ ഈ പറഞ്ഞതൊക്കെ ഇപ്പം അച്ഛനും ഇങ്ങനെ പറഞ്ഞത് എനിക്കൊരു പ്രതീക്ഷ ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ആകെ ഉള്ള വിഷമം വേദനയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. ഞാൻ പുറത്തിറങ്ങിയാൽ വേദ വരും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്നൊക്കെ പറയും കേട്ടോ. പുറത്തിറങ്ങുമ്പോൾ വേദ വരുമായിരിക്കുമല്ലോ അച്ഛാന്ന് പറയും കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു നിന്നെ കാണാൻ ഞാൻ ജയിലിൽ വരുന്നില്ല എന്നേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഞാൻ അറിയുന്നുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് ആരും ജയിലിൽ വരുന്നത് എനിക്കിഷ്ടമല്ല, വേദ വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും ചില സമയത്ത് ഞാൻ വേദ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവൾക്കറിയാം എങ്ങനെ വന്നാലും ആൾക്കാരതറിയും, അതുകൊണ്ടായിരിക്കും അവൾ വരാത്തത് എന്ന് പറയും കേട്ടോ. അവൾ വരുമായിരിക്കുമല്ലോ അച്ഛാന്ന് പറയും കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ പറയും ജീവപര്യന്തം ശിക്ഷ ഉണ്ടായിരുന്നു നിനക്കിപ്പോൾ, അതിൽ നിന്ന് മാറി നീ അത് സ്വീകരിച്ചല്ലോ മനസ്സുകൊണ്ട്, നീ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ആളാണെന്ന്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞില്ലേ, അതുപോലെ കാര്യങ്ങൾ മാറി മറിയെന്ന് പറഞ്ഞപ്പോൾ വിക്രമ പറയാണ് അപ്പം അച്ഛൻ വേദന കണ്ടല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അന്നേരം വിക്രമല്ല ശങ്കരനാരായണൻ ഒന്നും പറയാതെ ആകുമ്പോൾ അച്ഛൻ അവളെ കണ്ട് പറയണം
ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങുമ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവളോട് വരണം എന്നൊക്കെ പറയാണ് കേട്ടോ. ശങ്കരനാരായണൻ മറുപടി ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്ത് ശങ്കരനാരായണൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണെ, അവനെ അങ്ങ് ജയിലിൽ നിന്ന് ഇറക്കി കളയാമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഒരു ക്യാമറയും പൊക്കി പിടിച്ച് വന്നിരിക്കുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ ചിരിച്ചിട്ട് പറയും കേട്ടോ, അതെ, തെളിവുകളുള്ളതുകൊണ്ട് തന്നെയാണല്ലോ ഞാനിതിനെ പൊക്കി പിടിച്ച് വന്നിട്ടുള്ളതെന്ന് പറയും കേട്ടോ. അങ്ങനെ വന്നാൽ അവനെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയും കേട്ടോ. നടക്കാനുള്ള കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ആ കമ്പനികളും കാര്യങ്ങളൊന്നും ഞാൻ വിട്ടു തരാൻ പോകുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ശങ്കരനാരായണൻ ചിരിച്ചിട്ടാണ്, നീ വിട്ടു തരേണ്ട കാര്യമില്ല, അതിൻ്റെ ഉടമസ്ഥർ വരുമ്പോൾ അത് തിരിച്ചു പിടിച്ചോളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം കളിച്ചതാണല്ലേ കളികളൊക്കെ? അതെ, നിന്നെ ഈ കേസിൽ നിന്നെ കുറച്ച് നാൾ പിന്നെ ഈ ഇത്തരം ചിന്തകളിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കണം എന്നുള്ളത് എൻ്റെ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാനതങ്ങനെ ചെയ്തതെന്ന് പറയട്ടോ. പക്ഷേ അതൊന്നും തിരിച്ചു തരാനായിട്ട് തിരിച്ചു തരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടെന്ന് പറയട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല എന്നൊക്കെ പറയട്ടോ. എനിക്കിപ്പോൾ അപ്പോൾ ശ്രീകാന്ത് പറയും, നിങ്ങളെ ഞാൻ അച്ഛനായി കരുതുന്നില്ല എന്ന് പറയുമ്പോൾ, നീ എൻ്റെ മകനായിട്ട് ഞാനും കരുതുന്നില്ല. എൻ്റെ മകനെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അടിച്ച് പുറത്താക്കിയാണ്. അന്ന് എൻ്റെ മകൻ എൻ്റെ മനസ്സിൽ നിന്ന് മരിച്ചു. ഇപ്പം എനിക്കൊരു മകനേ ഉള്ളൂ. അതിപ്പോൾ GP കയറിപ്പോയ വിക്രമാണ് എന്ന് പറയും കേട്ടോ. മകനെയും പുറത്തിറക്കി മകളെയും കൂട്ടി ഒരുമിച്ച് ജീവിക്കാനായിരിക്കും തീരുമാനിച്ചിരിക്കുന്നത്. അതെ, അങ്ങനെ തന്നെയാണ്. വേദനയും വിക്രമിനെ ഒരുമിപ്പിക്കണം, അവരൊരുമിച്ച് ജീവിക്കും, അവരെ കുട്ടിയുമായിട്ട് ഞാൻ സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കും എന്ന് പറഞ്ഞപ്പോൾ ശ്രീകാന്തിന് ഭയങ്കര സംശയമായിട്ടോ. ഓഹോ, പേരക്കുഞ്ഞിനായിട്ട് ജീവിക്കാനാണോ? അതെ, സന്തോഷത്തോടും സമാധാനത്തോടു കൂടിയിട്ട് അവരെ രണ്ടുപേരുടെയും കൂടെ എൻ്റെ പേരക്കുഞ്ഞിനെ കളിപ്പിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ അവരെ ഒന്നിപ്പിക്കാൻ ഞാൻ സമ്മതിച്ചില്ലെങ്കിലേ എന്ന് പറയും കേട്ടോ. അതൊക്കെ ദൈവം തീരുമാനിച്ചോളും. ഇപ്പോൾ പിന്നെ എൻ്റെ പേരക്കുട്ടിയായിട്ട് ഞാൻ കളിച്ച് ചിരിച്ച് നടക്കുമ്പോൾ അവൾക്കൊരു കഥ പറഞ്ഞ് ഞാൻ കൊടുക്കും. കംസനെ പോലെ പുതിയ കാലത്തിൽ ഒരു പുതിയ കംസൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അമ്മാവൻ്റെ കഥ. അന്ന് നിങ്ങളെല്ലാവരും കൂടി തടവിൽ ഇട്ടില്ലേ വിക്രമിനെ, അതേ തടവറയിൽ നിന്നെ ഞാൻ കാണിക്കാനായിട്ട് ഞാൻ ആ കൊച്ചിനെ കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ് കേട്ടോ ശങ്കരനാരായണൻ. ഇത് കേട്ടിട്ട് ശ്രീകാന്തിന് ആകെ ദേഷ്യമൊക്കെ വരികയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയണം, നിങ്ങൾ ഈ ചിരി ഇത്രയും നാൾ നിങ്ങളുടെ മുഖത്തുണ്ടായിരുന്നില്ല, അപ്പോൾ നിങ്ങൾ അവളെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ അവളെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്, ആ ധൈര്യത്തിലാണ് നിങ്ങളിപ്പോൾ പറയുന്നത് എന്ന് പറയുമ്പോൾ ശങ്കരനാരായണൻ പറയാണ്, വരാനുള്ളത് വഴി തങ്ങൂല, അത് വരേണ്ട സമയത്ത് വരും എന്ന് പറഞ്ഞിട്ട് ശങ്കരനാരായണൻ അങ്ങനെ പോവുകയാണ് കേട്ടോ. ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് സാബുവിൻ്റെ അടുത്ത് നിന്നിട്ട് ആകെ ദേഷ്യപ്പെട്ട് വളരെ സംസാരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയോ അടിച്ച് പൊട്ടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ സാബു പറയാണ്, സാറേ, അങ്ങേര് രക്ഷപ്പെടാനൊരു മാർഗം കണ്ടപ്പോൾ എന്തൊക്കെയോ കിടന്ന് വെല്ലുവിളിച്ചതാവും. അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട്, എനിക്ക് ഉറപ്പായി എന്ന് പറയും. ഇല്ല സാറേ, അങ്ങനെ ഒന്നുമില്ല, അങ്ങേര് വെറുതെ സാറിനെ ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് വിളിച്ച് പറയണത്, അല്ലാതെ അങ്ങനെ ഇത്രയും കാലം ആ കുഞ്ഞിനെയും വേദനയും ഒറ്റയ്ക്ക് ജീവിക്കാൻ സാറിൻ്റെ അച്ഛൻ സമ്മതിക്കുമോ നോക്കിയിട്ട്. അപ്പോൾ അത് ശരിയായിരിക്കുന്നു ശ്രീകാന്തിന് തോന്നുകയാണ്. ഇതൊക്കെ സാറിന് ടെൻഷൻ അടുപ്പിക്കാനും വട്ടം കറക്കാനുമായിട്ടുള്ള പ്ലാൻ ആയിരിക്കും അവരുടെ. സാറ് ടെൻഷൻ അടിക്കില്ലേ. ഇനി നമ്മുടെ മുന്നിൽ ആകുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിക്രം ഇപ്പോൾ പുറത്തിറങ്ങും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വീണ്ടും തല്ലും കേസുമൊക്കെ ആയിട്ട് നടന്നോളും. അതിനിടയിൽ നമുക്ക് അവനെ തീർക്കാം. എന്തെങ്കിലും ഒരു ക്രിമിനൽ കേസ് ഉണ്ടാക്കിയിട്ട് അവൻ സ്റ്റേഷനിലേക്ക് എത്തട്ടെ, അപ്പം നമുക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പറയാൻ കേട്ടോ. ഓഹോ, തനിക്ക് നല്ല ബുദ്ധി ഉണ്ടല്ലോടോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് സാബുവിനെ അഭിനന്ദിക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാഷ് കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ വിയിലൂടെ കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. 5ാമത്തെ എപ്പിസോഡാണെന്ന് തോന്നുന്നു. 5ാമത്തെ അല്ല 4ാമത്തെ എപ്പിസോഡ്. അങ്ങനെ വിശ്വൻ ഓടി ചെന്നിട്ട് വിക്രമിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. വിക്രമിനെ കൊണ്ടുപോകാനായിട്ട് വിശ്വനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ശ്രീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫുഡൊക്കെ കൊണ്ടുപോകുന്നൊരു ഇങ്ങനെ പ്രൊഡക്റ്റുകളൊക്കെ കൊണ്ടുപോകുന്നൊരു വണ്ടി. ആഹാ, വിശ്വട്ടൻ വണ്ടിയൊക്കെ മേടിച്ചോ എന്ന് ചോദിച്ചിട്ട് വണ്ടിയൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ കറക്റ്റ് സമയത്തിൽ ശ്രീകാന്തും ദർശനും അവിടേക്ക് വരികയാണ് കേട്ടോ. ആഹാ, നമ്മളിപ്പോൾ എത്തിയില്ല എന്നുണ്ടെങ്കിലേ രാജാവ് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റാതെ പോയേനെ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തും ദർശനും പരിഹസിക്കാണ് കേട്ടോ. അപ്പോൾ ദർശൻ പറയും, നീ ഒന്ന് പുറത്തിറങ്ങി കാണാൻ കാത്തിരിക്കായിരുന്നു കേട്ടോ. നിൻ്റെ അച്ഛൻ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ നീ പുറത്തിറങ്ങാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടടാ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയും, ഇപ്പം ഇനി പുതിയൊരു ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആഗ്രഹിക്കുന്നത്, പക്ഷേ എന്ത് ചെയ്യാം, വിധി അതിനൊന്നും അനുവദിക്കൂലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിഹസിക്കുകയാണ്. അന്നേരം ഒന്നും മിണ്ടാതെ വിക്രം ഒരു പറയുന്നതൊക്കെ കുറേ നേരം കേട്ട് നിൽക്കും കേട്ടോ. അങ്ങനെ ശ്രീകാന്തിനോട് വിക്രം പറയാണ്, അതെ, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എന്തായാലും നിങ്ങൾ ആദ്യം കണ്ട നിങ്ങളാണോ ഇപ്പം കാണുന്ന നിങ്ങളാണോ യഥാർത്ഥത്തിലുള്ള നിങ്ങളെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് ദർശൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണേ.
പണ്ട് ഞങ്ങളുടെ സഹായിക്കാനായിട്ട് നടന്നിരുന്നതല്ലേ, എന്നിട്ടിപ്പോൾ ഈ ശ്രീകാന്തിൻ്റെ കൂടി ഈ ശ്രീകാന്തിൻ്റെ ഇഷ്ടത്തിന് വട്ടം കറങ്ങി നടക്കുകയാണല്ലോ, അതിലോ മാത്രമേ എനിക്ക് സഹതാപമുള്ളൂ എന്ന് പറയട്ടെ. അതേടാ, ഞാനൊരവസരം കാത്തിരിക്കുകയായിരുന്നു അവൾക്ക് ഇട്ട് പണിയാനായിട്ട്. പക്ഷേ അപ്പോഴേക്കല്ല അവളെ ഒളിച്ചോട്ടം. സാരില്ല, അവസരം വരും എന്ന് പറയാം. അതെ, ഇപ്പം തൽക്കാലം എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിച്ച് നിൽക്കാനായിട്ടുള്ള സമയമില്ല. പിന്നെ സാറിൻ്റെ അച്ഛനെ ഞാൻ മനഃപൂർവ്വമാണ് കൊന്നതെന്ന് സാറ് വിചാരിക്കുന്നുണ്ടെങ്കിൽ സാറിന് എന്തോ കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ട്. ഇത്രയും തെളിവുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടും സാർ അതൊക്കെ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ സാറിന് എന്തോ കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. ഈ ശ്രീകാന്തിൻ്റെ വിരൽത്തുമ്പിൽ കിടന്ന് ആടുന്നൊരു ചരടായിട്ട് സാറ് മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. തൽക്കാലം ഞാനിപ്പോൾ പോട്ടെ, എനിക്ക് എൻ്റെ അച്ഛനെ കാണണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത്, എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് കാണാം, പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങനെ വണ്ടി കയറിയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ വണ്ടിയിലേക്ക് കയറി പോകുമ്പോൾ വേറെ വീടാണ് കേട്ടോ. സാന്ത്വനം സീരിയലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ ആ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ വീട് കാണുമ്പോൾ ഈ വീട് എന്ന് ചോദിച്ചിട്ട് വിക്രം, അപ്പോൾ അത് വാടക വീടാണ്. നമ്മുടെ വീട് തിരിച്ചു പിടിക്കാനായിട്ട് ഞാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി നോക്കി വിക്രം, പക്ഷേ കിട്ടിയില്ല എന്ന് പറയട്ടോ. അപ്പോൾ വിക്രമിന് വല്ലാത്ത സങ്കടമാവാണ് കേട്ടോ, തനിക്ക് വേണ്ടിയിട്ടാണല്ലോ അതൊക്കെ. അപ്പോൾ വിനയേട്ടൻ വരാറില്ലേ? വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നന്ദിനിയും വരും. എന്നിട്ട് അച്ഛനെ വിഷമിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി വരുമ്പോൾ നന്ദിനിയെ കൂട്ടി വരണ്ടാന്ന്. അതോടുകൂടി ആ വരവും നിന്നു. അവന് അവിടെ ഒരു 6 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം കിട്ടിയ പണം കൊണ്ടൊക്കെ. ആ സ്ഥലത്ത് ഏതോ ഒരു വീടൊക്കെ പണിയുന്നുണ്ട്. ഇപ്പം ഏതോ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നതെന്നൊക്കെ പറയട്ടോ. അപ്പോഴേക്കും അവിടേക്ക് ശ്രീജ വരികയാണ് കേട്ടോ. ശ്രീജ സന്തോഷത്തോട് കൂടിയിട്ട് വിക്രമിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് കേട്ടോ. നിങ്ങൾ എന്താ രണ്ടുപേരും അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വിക്രം കയറി വാട അങ്ങോട്ട് എന്ന് പറയട്ടോ. അങ്ങനെ കഴിയും ശ്രീജേടത്തി ഭയങ്കരമായിട്ട് ക്ഷീണിച്ചല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മില്ലിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് ഇവളല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ അതിൻ്റേതായ ക്ഷീണം ഉണ്ടാവും എന്ന് പറയട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വിക്രം ചെല്ലാണ് കേട്ടോ. അപ്പോൾ അച്ഛനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആവശ്യം തന്നെയായിട്ട് വോക്കറൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്. അന്നേരം വീശും പറയുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, അമ്മ പോയിൻ്റെ ശേഷമുള്ള ചെറിയ തളർച്ചയും ക്ഷീണവും അങ്ങനെയൊക്കെയാണ് എന്ന് പറയട്ടോ. അങ്ങനെ വിക്രം പതുക്കനെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ അച്ഛനെ പിടിക്കുകയാണ് കേട്ടോ. അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് അച്ഛനെ വിളിക്കുമ്പോഴേക്കും മാഷ് ചാടി എഴുന്നേൽക്കാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ 2 പേരും കൂടി ചേർന്നിരുന്നിട്ട് കരയുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ വേഗം തന്നെ പിടിച്ച് താഴത്തേക്ക് ഇരിക്കുകയാണ് കേട്ടോ. മോനെ, നിന്നെ കൊണ്ടുവരാനായിട്ട് എനിക്ക് അവിടേക്ക് വരണം, വാതിലിൻ്റെ പുറത്ത് കാത്തു നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. നിൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെ? അതെനിക്ക് കാണിച്ചു താന്നു മാഷ് സന്തോഷത്തോടുകൂടി പറയാൻ കേട്ടോ. അങ്ങനെ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദമൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കാണിച്ചു കൊടുക്കണത് നീ അവളുടെ അടുത്ത് കൊണ്ടുവയ്ക്കി, അവളാണിത് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളത് എന്ന് പറയും. അങ്ങനെ വിക്രം എന്ന് വെച്ചാൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ട് അമ്മയുടെ ഫോട്ടോത്തിൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ചിട്ട് തൊഴുതു പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് വേഗം തന്നെ ശ്രീജ ഭക്ഷണം വിളമ്പാണേ. അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പുന്ന സമയത്ത് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പുമോൾ എവിടെയും ചോദിക്കും കേട്ടോ. അപ്പോൾ വിശ്വം പറയും അവൾ +2 കഴിഞ്ഞല്ലോ, ഇപ്പോൾ എൻട്രൻസിന് അവർ പ്രാക്ടീസിന് പോകുന്നൊക്കെ ഉണ്ട്, എൻട്രൻസ് എഴുതുന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ലാസ്സിന് പോയിക്കുക, അവൾ രാത്രിയാവും വരുമ്പോൾ എന്ന് പറയും കേട്ടോ. അവൾ എൻട്രൻസൊക്കെ എഴുതി തുടങ്ങിയല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ വിക്രം. അവൾ വിശ്വം പറയും അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ആകെ ഉള്ളൊരു പ്രതീക്ഷ അതാണ്. അപ്പം മാഷ് പറയും അവളെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി വിശ്വം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, തൊഴിലാളികൾക്ക് പണമൊക്കെ കൊടുത്തതിന് ശേഷം ഉള്ള കാശ് കൊണ്ടാണ് ഈ വീടും അവളുടെ പഠിപ്പൊക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് പറയട്ടോ. അതൊന്നും സാറില്ല അച്ഛാ, എല്ലാതും അതിൻ്റേതായ രീതിക്ക് നടക്കുന്നുണ്ടല്ലോ, അത് മതി എന്നൊക്കെ പറയും കേട്ടോ. പിന്നീട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും പെട്ടെന്ന് വിഷമിച്ച് ഇങ്ങനെ വിക്രം ഇരിക്കുന്ന കാണുമ്പോൾ ശ്രീജ ചോദിക്കുക എന്താണെന്ന് ചോദിക്കട്ടോ. അമ്മയുടെ ഓർമ്മ വന്നു, അമ്മയുടെ കൈപ്പുണ്യം ശ്രീജ അടുത്ത് കിട്ടിയിട്ടുണ്ടെന്ന് പറയട്ടോ. അങ്ങനെയൊന്നുമില്ല, എന്തൊക്കെ ചെയ്യുന്നു എന്ന് മാത്രം. അങ്ങനെ ഭക്ഷണമൊക്കെ വാരിക്കൊടുക്കുകയാണ് കേട്ടോ വിക്രമിന്. ഇതെല്ലാം കമല കാണുന്നുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടേ. പിന്നെ കാണിക്കുന്നത് വേദയും തരുണും പിന്നീട് കുറച്ച് മറ്റേ ദേവരാജനും കുറച്ച് പൊളിറ്റിക്കൽസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരും ഒക്കെ ആയിട്ടുള്ളൊരു സന്ധി സംഭാഷണമാണ് കേട്ടോ. ദേവരാജനെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത മയക്കുമരുന്ന് തിരിച്ചു കൊടുക്കാനുള്ള. അപ്പോൾ വേദ പറയുന്നുണ്ട് പിടിച്ചെടുത്തിട്ടുള്ള മയക്കുമരുന്നുകളൊക്കെ ഹെറോയിൻ പെട്ടെന്ന് തന്നെ പഞ്ചസാരക്കട്ടികളായി മാറിയതിൻ്റെ മായാജാലമൊന്നും എനിക്കറിയില്ല സാറേ, പക്ഷേ പോലീസിൻ്റെ കയ്യിലിരിക്കുന്ന തൊണ്ടി മുതൽ അത് തിരിച്ചു തരാനാവില്ല, അതുപോലെ തന്നെ ഞാൻ സബ്മിറ്റ് ചെയ്യും. അതിൻ്റെ വഴിക്ക് നടക്കും, അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അപ്പോൾ മേലുദ്യോഗസ്ഥന്മാരൊക്കെ വേദനയോട് ഒരുപാട് പറഞ്ഞു നോക്കിയിട്ടും വേദ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ല. അപ്പോൾ
ദേവരാജനാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവരാജന് അവർ പറയുന്നുണ്ട് ദേവരാജൻ എന്തായാലും ഒന്നും സംഭവിക്കില്ല, അത് ഷുഗർ ഫാക്ടറി ആണെന്ന് ഞങ്ങൾ വരുത്തി തീർക്കും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തരുണാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വേദ പറയുന്നുണ്ട് ഞാൻ എൻ്റെ വഴിക്ക് തന്നെ പോകും, തൽക്കാലം എനിക്ക് ആദ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ അവിടേക്ക് പോകുകയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഒരു മേലുദ്യോഗസ്ഥൻ തരുണോട് ഒന്ന് വേദന പറഞ്ഞ് മനസ്സിലാക്കുക, തുടക്കത്തിൻ്റെ ആവേശമാണെന്ന് പറയുമ്പോൾ തരുൺ പറയുന്നുണ്ട് അവൾ ചെയ്യുന്നത് ശരി തന്നെയാണ്, അവൾ അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അവൾ, പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവൾ അനുസരിക്കാനൊന്നും പോകുന്നില്ല, ഞാനോട്ട് പറയാനും പോകുന്നില്ല എന്ന് പറയും കേട്ടോ. പിന്നെ ഇവനെ പോലുള്ള ആൾക്കാർ ജയിലിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ദേവരാജൻ നോക്കണം, പിന്നെ ഭീഷണി അതെൻ്റെ അടുത്ത് വേണ്ട, വേദന അപകടപ്പെടുത്തുന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അതൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ട് തരുൺ പോകും. അങ്ങനെ വേദ വീട്ടിലേക്ക് തിരിച്ചെത്താണ് കേട്ടോ. അതായത് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് കൊച്ചിൻ്റെ അടുത്ത് കൊച്ച് പറയുന്നുണ്ട് ആ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അമ്മേ, ഫ്രഷ് ആയിട്ടുള്ള കഥയാണെന്ന് പറഞ്ഞു. ഈന ഫിലിപ്പ് പറഞ്ഞത് യാമരയും മൊയിലരെയും കഥയാണെന്ന് പറയട്ടോ. അപ്പം അത് പൊട്ട കഥയാണ്, അത് പൊട്ട കഥ ഒന്നല്ല, നല്ല കഥയല്ലേ, പക്ഷേ മോൾക്ക് നീന ഫിലിപ്പിനോട് കുറച്ച് ദേഷ്യം ഉണ്ടല്ലോ മനസ്സിൽ, അതുകൊണ്ട് തോന്നടാ മോളൊരിക്കലും ആ കുട്ടീനോട് ദേഷ്യം വെച്ച് കൊണ്ട് നടക്കരുതിട്ടാ, അപ്പം നമ്മുടെ മനസ്സ് ചീത്താവും. ആണോ? വേറൊരാളോട് ദേഷ്യം നമ്മുടെ മനസ്സിൽ വെച്ച് നടന്നിട്ടുണ്ടെങ്കിലേ അത് നമ്മുടെ മനസ്സ് ചീത്താവും എന്ന് പറയും കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ കൂട്ടുകാർ ചോദിച്ചു രാജകുമാരിനെയും അതുപോലെ കുഞ്ഞിനെ ശിക്ഷിക്കാനായിട്ട് ഇനി അയാൾ വരുമോയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേറൊരു രാജാവിൻ്റെ കോട്ടയിലാണെന്ന് അച്ഛമ്മ പറഞ്ഞു തന്നില്ലേ, അതുപോലെ ഞാൻ പറഞ്ഞു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡാണ് ഈ പറഞ്ഞത്, അതായത് 5 എപ്പിസോഡ് നമ്മൾ 2 വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല സ്പീഡിലാണ് കഥ പറഞ്ഞിട്ടുള്ളത് കേട്ടോ.